ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് പ്രൊമോ വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ അനന്യയാണെങ്കിൽ അച്ഛനും അമ്മയും ഇതുവരെ തനിക്ക് ചെയ്തു തന്ന എല്ലാ സൽപ്രവർത്തികൾക്കും നന്ദി പറയുകയാണ്. അപ്പം ഇനി ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ കയറി ഇതുമാതിരിയുള്ള കളി കളിക്കരുത് എന്നുള്ള താക്കീത് കൊടുത്താണ് അനന്യ അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോകുന്നത്. അവൾ പോകുന്ന പിന്നാലെ തന്നെയാണെങ്കിലോ വിശ്വം പറയുന്നുണ്ട്, എത്രയൊക്കെ വന്നാലും പ്രേമ നീ ചെയ്തത് തെറ്റ് തന്നെയാണ്. അനന്യയ്ക്ക് അനിരുദ്ധിൻ്റെയും കുഞ്ഞിൻ്റെയും കൂടെ തന്നെയാണ് ജീവിക്കാൻ ഇഷ്ടമെങ്കിൽ അവളെ അവളുടെ പാട്ടിന് വിട്ടേക്കണം, അല്ലാതെ അവളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരെ രണ്ടാക്കാനല്ല നോക്കേണ്ടതെന്ന് പറയുമ്പം വിശ്വൻ്റെ നേരെ അങ്ങ് ചാടി ചെല്ലുകയാണ് പ്രേമ. അതെ, ഞാൻ എന്ത് കാര്യം തീരുമാനിക്കുന്നുണ്ടെങ്കിലും അതുവരെ ഈ കുടുംബത്ത് നടന്നിട്ടുള്ളൂ, അത് അങ്ങനെ തന്നെ ആയിരിക്കും ഇനി മുന്നോട്ടും ഉണ്ടാകുക എന്നുള്ള കാര്യം പറയുമ്പം വിശ്വം പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ തനിയെ തന്നെ ഈ വീട്ടിൽ താമസിക്കേണ്ടി വരും. ഞാനും എൻ്റെ മോളും അത് ഞങ്ങളുടെ രീതിയിലുള്ള തീരുമാനം എടുക്കുമെന്നുള്ള കാര്യം പറഞ്ഞ് പുള്ളിക്കാരനും ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ അത് കഴിയുമ്പോഴാണെങ്കിലോ നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ പൂജ സിദ്ധുവിനോട് സംസാരിച്ച കാര്യങ്ങളെല്ലാം മറിഞ്ഞിരുന്ന് കേട്ടല്ലോ. അപ്പോൾ സരസ്വതി പൂജയെ പിടിച്ച് വലിച്ചഴച്ചത് ആ ഉമ്മറത്തേക്ക് കൊണ്ടുവരുമ്പം ഈ കാഴ്ചകളെല്ലാം കണ്ട് സിദ്ധാർത്ഥ് പിന്നാലെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ സുമിത്രയാണെങ്കിലോ എന്താ ശീതള പ്രശ്നം, എന്താ പറ്റിയെന്നും ചോദിച്ച് സുമിത്രയും പിന്നാലെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ സരസ്വതി അമ്മ നമ്മുടെ പൂജയുടെ കയ്യിൽ പിടിച്ച് ഞെരിക്കുകയാണ്. അപ്പം തൻ്റെ മകളെ എന്തിനാണ് ഇങ്ങനെ മുറ്റത്ത് നിർത്തി ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് ചോദിച്ച് സുമിത്ര അങ്ങോട്ട് സരസ്വതി അമ്മയുടെ നേരെ ചെല്ലുമ്പോഴത്തേക്കിനും സരസ്വതി പറയാണ്, അതെ എൻ്റെ മകൻ ഇവിടെ താമസിക്കുന്നതിന് ഇവൾക്ക് എന്താണ് പ്രശ്നം, ഇവളുടെ ആരാണ് നീ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സുമിത്രയാണെങ്കിലോ അതെ അമ്മയ്ക്ക് ഇത്ര കാലമായിട്ടും അവളും ഞാനും തമ്മിലുള്ള ബന്ധം മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ, നിന്റെ രക്തത്തിൽ പറന്ന പിള്ളേരുണ്ടല്ലോ നിനക്ക്, അതുപോലെ തന്നെ നിന്റെ ഭർത്താവും നിന്റെ അടുത്തുണ്ട്, പിന്നെ നീ എന്തിനാണ് ഇവളെ ഇങ്ങനെ വെച്ച് പൊറപ്പിക്കുന്നത് എന്നുള്ള കാര്യം സരസ്വതി അമ്മ സുമിത്രയോട് ചോദിക്കുകയാണ്. സുമിത്രയാണെങ്കിലോ സരസ്വതി അമ്മയ്ക്ക് കുറിക്ക് കൊള്ളുന്ന ഒരു മറുപടി തന്നെയാണ് കൊടുക്കുന്നത്. അതെ, എത്രയൊക്കെ വന്നാലും എൻ്റെ ജീവൻ്റെ ഭാഗമാണ് പൂജ, അവളെ ഒരു കാരണവശാലും ഇതുപോലെ ആക്ഷേപിക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ലെന്നും എനിക്ക് ഉള്ള 3 മക്കളെക്കാട്ടിലും ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നതും ഇവളെ തന്നെയാണ് എന്നുള്ള കാര്യം പൂജയെ നിർത്തിക്കൊണ്ട് സരസ്വതി അമ്മയ്ക്കിട്ട് കൊടുക്കാവുന്ന രീതിയിൽ തന്നെ സുമിത്ര കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ പൂജയാണെങ്കിലോ സരസ്വതി അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറിയതിൽ ആകെ പകച്ചു നിൽക്കുകയാണ്. ഒരു കാരണം വെച്ചാലും സിദ്ധാർത്ഥ് സരസ്വതി അമ്മയുടെ ഈ പ്രവർത്തികളൊന്നും ന്യായീകരിക്കുന്നില്ല കേട്ടോ. സിദ്ധു പറയുന്നുണ്ട്, അതെ അമ്മ എന്തിനു വേണ്ടിയാണ് പൂജയോട് ഇത്രയും മോശമായിട്ട് പെരുമാറിയത്, എന്ത് ലാഭമാണ് അമ്മയ്ക്ക് കിട്ടുന്നതെന്ന് ചോദിക്കുമ്പം സരസ്വതി അമ്മ പറയുന്നുണ്ട്, അതെ മോനെ, ലാഭം എന്താണ് നഷ്ടം എന്താണ് എന്നുള്ള കാര്യമൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും. എന്തായാലും ഞാനിപ്പോൾ ഈ ചെയ്ത കാര്യം അത് നിനക്ക് ഗുണമായിട്ടേ ഭവിക്കുകയുള്ളൂ, അത് നീ മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാക്കിയാൽ മതിയെന്നും പറഞ്ഞ് സരസ്വതി കലിതുള്ളി അങ്ങ് കയറി പോവാണ്. അപ്പോൾ ഉടനെ തന്നെ തൻ്റെ മോളെ എത്ര കണ്ട് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ ആ രീതിയിലെല്ലാം സുമിത്ര പൂജയെ വിളിച്ച് ആശ്വസിപ്പിക്കുകയാണ്. പക്ഷേ പൂജയാണെങ്കിലോ പൂജയുടെ മനസ്സിൽ എന്തൊക്കെയോ കയറി കൂടിയിട്ടുണ്ട്. ഇനി സുമിത്ര എങ്ങാനും തന്നെ ഉപേക്ഷിച്ച് സിദ്ധുവിൻ്റെയും മക്കളുടെയും കൂടെ ജീവിക്കുക എന്നുള്ളൊരു പേടിയാണ് പൂജയ്ക്കുള്ളത്. ഇത്രയും കാലം തൻ്റെ അമ്മയാണ് എന്ന് വിചാരിച്ച് പൂജ ഒപ്പം നിന്നതാണല്ലോ, അതിൻ്റെ നിരാശയും സങ്കടമൊക്കെ ഉള്ളത് കൊണ്ട് പൂജ പറയുന്നുണ്ട്, അമ്മ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്നും പറഞ്ഞ് പൂജ വീട് വിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും സുമിത്രയാണെങ്കിലും മോളെ നീ ഇപ്പൊ എന്തിനാ പോകുന്നത്, അമ്മ ദയവ് ചെയ്ത് എനിക്കൊന്ന് പുറത്തു പോവാതിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ലമ്മേ, എനിക്ക് കുറച്ച് സമാധാനം വേണം, ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ സുമിത്ര മനസ്സുകൊണ്ട് ആലോചിക്കുന്നുണ്ട്, ഒരു പക്ഷേ അപ്പൂനെ കണ്ട് സങ്കടങ്ങളൊക്കെ പറയാൻ വേണ്ടി പോകുന്നതായിരിക്കും. എന്തായാലും തൻ്റെ മോൾക്ക് ഒരുപാട് വിഷമമായി, അത് താൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ളൊരു സങ്കടമൊക്കെ സുമിത്രയ്ക്കും തോന്നുകയാണ്. അങ്ങനെ പൂജയാണെങ്കിൽ നേരെ പോകുന്നത് നമ്മുടെ പങ്കജിന്റെ അടുത്തേക്കാണ്. അപ്പൊ പങ്കജാണെങ്കിലോ വിഷം കുത്തിവെക്കാൻ തയ്യാറായി തന്നെ നിൽക്കുകയാണ്. പൂജ ചെന്നതും പങ്കജ് ചോദിക്കുന്നുണ്ട്, എന്താ പൂജ നിന്റെ മുഖത്ത് വല്ലാത്തൊരു സങ്കടമൊക്കെ ഉണ്ടല്ലോ, നിനക്ക് എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുമ്പം നടന്ന സംഭവങ്ങൾ ഓരോന്നും പൂജ അങ്ങോട്ട് വിവരിച്ച് പറയുകയാണ്. ആഹാ, കേട്ട പാതി കേൾക്കാത്ത പാതി. നമ്മുടെ പങ്കജാണെങ്കിലോ ദേ ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതാണ്,
ആ അമ്മ നിന്റെ ആരുമല്ലല്ലോ. അതെന്താ നീ മനസ്സിലാക്കാത്തത്? ആ അമ്മയ്ക്ക് സ്വന്തം രക്തത്തിൽ പിറന്ന 3 മക്കളും ഉണ്ട്. പിന്നെ നീ എന്തിനാണ് സുമിത്ര ആൻറ്റി ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്? നീ ഒരു കാര്യം മനസ്സിലാക്ക് പൂജ, ഒരിക്കലും അവർ നിന്റെ ഒരു റിലേഷനിലും പെടുന്ന ആൾക്കാരല്ല. നിന്റെ സ്വന്തക്കാരെന്ന് പറയാനായിട്ട് ഞാനും എൻ്റെ മമ്മിയും ഒക്കെ തന്നെയല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നീ ഞങ്ങളോടൊപ്പം വന്ന് വീട്ടിൽ നിൽക്കാനായിട്ട്. ഇനിയും ഇതൊക്കെ സഹിച്ച് എത്ര കാലമാണ് നീ അവിടെ നിൽക്കുന്നത്? ആ സരസ്വതി എന്ന് പറയുന്ന അച്ചമ്മ അവർ പെശകാണെന്നൊക്കെ എനിക്കറിയാം. എന്തായാലും അവരിനി നിന്റെ നേരെ ഇത്ര ആക്രമണങ്ങളൊക്കെ ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ നീ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്ക്. ഞാൻ മമ്മിയോട് പറയാം, മമ്മി നിന്നെ എന്തായാലും വന്ന് കൂട്ടിക്കൊണ്ട് പോകും എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ പൂജയാണെങ്കിൽ എന്ത് ചെയ്യണം, ആര് പറയുന്നത് കേൾക്കണം എന്ന് പോലും മനസ്സിലാകാത്ത അവസ്ഥയിലാണ്. എന്തായാലും സരസ്വതി അമ്മയെ കൊണ്ട് അത്രയൊക്കെ സാധിച്ചല്ലോ. സരസ്വതി അമ്മ എന്ന് പറയുന്ന ആ വിത്ത് ആ വീട്ടിലുള്ളത് കൊണ്ടാണ് നമ്മുടെ പൂജയ്ക്ക് ഇപ്പോൾ ആ വീട് വിട്ടിറങ്ങേണ്ടുന്ന ഒരു അവസ്ഥയൊക്കെ വന്നത്. അപ്പം സരസ്വതിയുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിൽക്കുന്ന ശീതളിനെ എങ്ങനെയും തട്ടി സച്ചിൻ്റെ കൂടെ വിടുക. പൂജയാണെങ്കിൽ ആ വീട്ടിൽ നിന്നും പുറത്താക്കി തൻ്റെ മകനും മരുമകളും തമ്മിൽ വീണ്ടും ഒന്നിക്കണം. അത് തന്നെയാണ് പുള്ളിക്കാരിയുടെ ആ ഒരു ആഗ്രഹം. പക്ഷെ ഇതിനൊന്നും നമ്മുടെ സുമിത്ര തയ്യാറാവില്ലല്ലോ. അങ്ങനെതാ പങ്കജ് ആശ്വസിപ്പിക്കാവുന്ന രീതിയിലെല്ലാം ആശ്വസിപ്പിച്ചു. നമ്മുടെ പൂജയാണെങ്കിലോ ഇനി താൻ എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയിൽ അങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും പങ്കജ് പറയുന്നുണ്ട്, ദേ നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഇനി ആ വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാലും നീ അപ്പ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ആ നിമിഷം ഞാൻ നിന്റെ അടുത്ത് പറന്നെത്തിയിരിക്കും. നിന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല പൂജ. നീ എൻ്റെ അങ്കിളിൻ്റെ മോളല്ലേ എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ പൂജയാണെങ്കിലോ ഇവനോടുള്ള ഒരു സഹോദര സ്നേഹം നമ്മുടെ പൂജ അങ്ങ് പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് സിദ്ധാർത്ഥിനെയും സരസ്വതി അമ്മയാണ്. രണ്ടുപേരും കൂടി നിന്ന് കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യാണ്. അപ്പം സരസ്വതിയമ്മ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യുക നമ്മുടെ സിദ്ധു എത്ര കണ്ട് പറഞ്ഞിട്ടും സരസ്വതിയമ്മയാണെങ്കിലോ ഒരു മയത്തിന് പോലും ഒതുങ്ങുന്നില്ല. അപ്പം അമ്മയോട് പറയുന്നുണ്ട്, അമ്മ ഇന്ന് അമ്മ കാണിച്ചത് അവളൊന്നുമില്ലെങ്കിലും അച്ഛനും അമ്മയും ഇല്ലാത്തൊരു കുട്ടിയല്ലേ, ആ ഒരു പരിഗണനയെങ്കിലും അമ്മയ്ക്ക് അവളോട് കാണിക്കായിരുന്നു. എത്രയൊക്കെ വന്നാലും അവളുടെ അമ്മ തന്നെയാണ് സുമിത്ര ഒരിക്കലും അവളെ വേറൊരു കണ്ണിലൂടെ നോക്കിയിട്ടില്ല. അത് മനസ്സിലാക്കാതെയാണ് അമ്മ ഇന്ന് ഇത്ര കണ്ട് പ്രകടനങ്ങളൊക്കെ നടത്തിയത്. ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത് എന്നുള്ള താക്കീത് സിദ്ധു കൊടുക്കുമ്പോൾ, മോനെ നീ എന്താണ് അമ്മയെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത്? അമ്മ ഒന്നും കാണാതെ അങ്ങനെ ഒരു കളി കളിക്കുമെന്ന് മോന് തോന്നുന്നുണ്ടോ? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുകയാണ് നമ്മുടെ സിദ്ധു പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും എനിക്കിത് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അമ്മ ഇപ്പൊ കാണിച്ചത് തെറ്റു തന്നെയാണ്. പിന്നെ അമ്മയെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടാത്തത് സുമിത്രയുടെ ഒരു മര്യാദ കൊണ്ട് മാത്രമാണെന്ന് പറയുമ്പം സരസ്വതി അമ്മയാണെങ്കിലോ, മോനെ അവൾ എന്നെ അങ്ങനെ പെട്ടെന്നൊന്നും ഇറക്കിയൊന്നും വിടില്ല. അവൾക്ക് എന്നെ വലിയ കാര്യമൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ വൃദ്ധസദനത്തിൽ നിന്നും ഒരു വരിയും പെരുവഴിയും ഇല്ലാണ്ട് വന്ന ഞാൻ ഈ വീട്ടിൽ താമസമാക്കുവോ? അതുമാത്രമല്ല, ഞാൻ ഈ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെയല്ലേ നിന്നെ ഈ വീട്ടിലേക്ക് സ്ഥിരതാമസമാക്കിയത്. ഇനി നീയും നിന്റെ ഭാര്യയായിരുന്ന സുമിത്രയും കൂടി ഒരുമിച്ച് ജീവിക്കും. അതിന് ഈ പൂജ ഒരു തടസ്സം തന്നെയാണ്. അവളെ എത്രയും പെട്ടെന്ന് അമ്മ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ പറ്റും. അതിനുള്ള ഒരു ചെറിയ ഡോസ് അത് മാത്രമാണ് ഞാൻ ഇപ്പം കാണിച്ചു കൂട്ടിയത്. അതുകൊണ്ട് നീ ഒന്നുകൊണ്ട് വിഷമിക്കുകയൊന്നും വേണ്ട. നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി തന്നിട്ട് ഈ അമ്മ മര്യാദക്ക് ഇരിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ സിദ്ധു ആണെങ്കിലും ഇതൊന്നും അങ്ങ് പൊരുത്തപ്പെടാനായിട്ട് സാധിക്കാതെ നിൽക്കുക കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിയുമ്പോൾ നമ്മുടെ സരസ്വതി അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഈ സമയത്ത് നമ്മുടെ സുമിത്രയുടെ മനസ്സിൽ വല്ലാണ്ട് വേവലാതിയാണ്. ശീതളിനെ കുറിച്ചും അതുപോലെ തന്നെ തൻ്റെ പൂജമോളെ കുറിച്ചും ഒക്കെ ആലോചിച്ചിട്ട് സുമിത്രയ്ക്ക് വല്ലാണ്ട് ടെൻഷൻ അടിക്കുമ്പോഴത്തേക്കിനും ഇനിയിപ്പോൾ എന്തായാലും വരുന്ന കാര്യങ്ങൾ വരുന്നിടത്ത് വെച്ച് കണ്ടാലല്ലേ പറ്റുള്ളൂ. അത് തരണം ചെയ്യണം. തരണം ചെയ്ത് തന്നെയാണ് താൻ മുന്നോട്ട് വന്നത് എന്നുള്ള ഒരു സ്വന്തമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം അവൾ സ്വയമായിട്ട് ഇങ്ങനെ പറയുകയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മുടെ സുമിത്രയുടെ വിരുദ്ധം അതുപോലെ തന്നെ സ്വരമോളും കൂടി എത്തുകയാണ്. അപ്പം സരസ്വതി അമ്മയാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. സരസ്വതി അമ്മയുടെ അടുത്ത് ചെന്നിട്ട് കുഞ്ഞ് സ്വരമോള് പറയുന്നുണ്ട്, അതെ എവിടെ എൻ്റെ അച്ഛമ്മ? എൻ്റെ അച്ഛമ്മയെ കാണാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അച്ഛമ്മയെ ഒന്ന് വിളിക്കാവോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും സരസ്വതി അമ്മ കുഞ്ഞിനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുക. എന്താ മോളുടെ പേരെന്നൊക്കെ ചോദിക്കുമ്പം എൻ്റെ പേര് സ്വരയെന്നാണ്. അല്ല അമ്മുമ്മയെ ഞാൻ കണ്ടില്ലല്ലോ, അമ്മുമ്മ ഏതാന്ന് ചോദിക്കുമ്പോൾ, മോളെ നിന്റെ അച്ഛച്ചൻ്റെ
അമ്മയാണ് ഞാൻ, നിന്റെ അമ്മുമ്മയായിട്ടൊക്കെ വരുമെന്ന് പറഞ്ഞ് കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് സരസ്വതി. അപ്പോഴത്തേക്കിനും നമ്മുടെ സുമിത്രയാണെങ്കിലോ അങ്ങോട്ടേക്ക് വരിക കേട്ടോ. എവിടെ എൻ്റെ കുഞ്ഞു വന്നോന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞ് സരസ്വതി അമ്മയുമായിട്ട് സംസാരിക്കുന്ന കാണുക. അങ്ങനെ കുഞ്ഞ് തിരിഞ്ഞു നോക്കിയതും സുമിത്രയും കുഞ്ഞും ഒരേപോലെ ഞെട്ടുകയാണ്. നോക്കുമ്പോൾ കാണുന്നത് തൻ്റെ സ്വരമോളാണ്. അപ്പോൾ സ്വരയെ കണ്ടതും സുമിത്ര ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണെങ്കിലോ ടീച്ചറമ്മ എന്നും പറഞ്ഞ് ഉടനെ തന്നെ നമ്മുടെ കുഞ്ഞു സ്വരമോളും സുമിത്രയെ പോയി കെട്ടിപ്പിടിച്ചു. അപ്പം ഇവർ തമ്മിലുള്ള ഒരു കണക്ഷൻ മനസ്സിലാക്കുകയാണ് നമ്മുടെ അനിരുദ്ധ്. ഇപ്പോഴാണ് അനിരുദ്ധിനൊരു സത്യം കൂടി മനസ്സിലാകുന്നത്. ബലിയിടാൻ പോയ സമയത്ത് അനന്യയും കുഞ്ഞും ഒക്കെ കൂടി ഫോട്ടോ പൊട്ടിച്ച സംഭവം ഉണ്ടല്ലോ. അപ്പം ആ സമയത്ത് സ്വരമോള് പറഞ്ഞായിരുന്നു എൻ്റെ ടീച്ചറമ്മയ്ക്കും അച്ഛൻ്റെ അമ്മയ്ക്കും ഒരേ മുഖഛായയാണ് എന്നുള്ള കാര്യം. ഇപ്പം അനിരുദ്ധിന് അത് പൂർണ്ണമായും വിശ്വാസമായി. അങ്ങനെ നമ്മുടെ സുമിത്രയാണെങ്കിൽ തൻ്റെ കൊച്ചുമകളെ വാരി പുണർന്ന് നിൽക്കുന്ന ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് നാളത്തെ പ്രൊമോ വിശേഷം അവസാനിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ച് നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്